ഹലോ ആർമീസേ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ നല്ല ലേറ്റാണ് അറിയാം. ഏകദേശം ഒരു മാസത്തോളമായി ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട്. ക്ലാസ്സൊക്കെ കാരണമായിരുന്നു കേട്ടോ ലേറ്റായത്. ഇനി മാസത്തിലെ വീഡിയോസൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ മഴയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ, സ്റ്റേ സേഫ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? സ്റ്റെപ്പ് അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കാം. എനിക്ക് സ്റ്റെപ്പൊക്കെ അറിയാലോ, വേണമെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു. ഇതൊരു ഒഴിയാബാധയാണല്ലോ, എൻ്റെ തലവിധി. अब तुम्हारा मेरा एक है कारवां, तुम जहाँ मैं वहाँ। मैं अगर कहूँ हम सफर मेरी, अप्सरा हो तुम या कोई परी, तारीफ ये भी तो सच है कुछ भी नहीं। तुमको पाया है तो जैसे खोया हूँ, कहना चाहूँ भी तो तुमसे क्या कहूँ। किसी ज़बान में भी वो लफ्ज़ ही नहीं कि जिनमें तुम हो क्या तुम्हें बता सकूँ। मैं अगर कहूँ तुम सा हंसी कायनात में नहीं है कहीं, तारीफ ये भी तो सच है कुछ भी नहीं। ഇയാൾ വന്നില്ലേ? വേഗം കയറി കിടന്നുറങ്ങാൻ. കോപ്പ് ഉറക്കം വന്നില്ല. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ആ, ഞാൻ കുടിച്ചു. അതിന് നിനക്കെന്താ? നീ നീ ഒറ്റ ഒരുത്തിയല്ല അതിനും കാരണം. ഞാനോ? ഞാൻ എന്ത് ചെയ്തു? നീയാ എല്ലാ പ്രശ്നത്തിനും കാരണക്കാരി. നിന്നെ കൊന്ന എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. ഞാനൊരു പാവ. കാറ്റ് പോയ ഈശ്വര, സമാധാനായി. മനുഷ്യ ഒന്ന് എഴുന്നേറ്റേ. എന്ത്? പിള്ളേരുടെ റൂമിൽ നിന്ന് ആരോ അലറുന്ന ശബ്ദം കേട്ടു. അതൊന്നും ഉണ്ടാവില്ല, നീ കിടന്നേ. ഇല്ല, നിങ്ങളൊന്ന് ചെന്ന് നോക്ക്. ഇതെവിടെ നീ ശബ്ദം കേൾക്കുന്നേ? നീ ശബ്ദം കേട്ടിട്ട് വന്നതാണോ? അനു മോളെ, എന്താ അവിടെ ഒരു ശബ്ദം? എന്താ മോളെ പറ്റിയേ? നോക്കച്ച അവൻ്റെ കിടപ്പ്, പിന്നെ ഇങ്ങനെ പേടിക്കാതിരിക്കും. അങ്ങ് ആജ്ഞാപിച്ചിട്ട് പോയിരിക്കുക. ഇയാൾ ആര്? ഇന്ത്യൻ പ്രസിഡന്റിന്റെ മോനോ? അയാളുടെ ഒരു സാധനം തൊട്ട് പോയിക്കരുത് പോലും. ഞാൻ നോക്കട്ടെ. ഇതെന്ത് ഡയറിയോ? ഇയാൾ ഡയറിയൊക്കെ എഴുതുമോ? വായിക്കണോ? അല്ലേ വേണ്ട. അല്ല, വായിച്ചെന്താ കുഴപ്പം? ഞാൻ വായിക്കും. ഇനി എന്തേലും ഒരു വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ അത് പിടിച്ച് കയറാലോ. ഹലോ ഡയറി, ഞാൻ മിയ. മിയ? അതാരാ? അല്ല, ഇയാളെന്താ ഈ പെൺപിള്ളേരെ ഡയറിയൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കണേ? ഞാൻ ലണ്ടനിലേക്ക് വന്നിട്ടിപ്പോൾ 3 ദിവസം. ഇന്നെൻ്റെ കോളേജിലെ ഫസ്റ്റ് ഡേ ആണ്. ദൈവമേ, മിന്നിച്ചേക്കണേ. तेरे नैना हंस दी
नैना हंसदी। ഡാ മോനെ ഇങ്ങോട്ട് വാ. എന്താ ചേട്ടാ? നിന്റെ പേരെന്താ മോനെ? എൻ്റെ പേരാണോ? അല്ലടാ, എൻ്റെ പേര് നിക്കി. നിക്കി എന്നെ പേര്. നിക്കി, നല്ല പേര്. നിക്കിക്ക് ഒരു പാട്ടൊക്കെ പാടാലേ? ഡാ ഓവറാക്കണ്ട. ഈ പാട്ടൊന്നും ഓവറല്ല, നീ പാടിക്കോ മോനെ. First things first, I'ma say all the words inside my head. I'm fired up and tired of the way that things have been. Oh, ooh, the way that things have been. Oh, ooh. നിർത്തല പന്നി, അവൻ്റെ ഒരു ഒലയ്ക്കമേൽ ഇംഗ്ലീഷ്. മര്യാദയ്ക്ക് മലയാളം പാട്ട് പാടിക്കോ, ഇല്ലെങ്കിൽ നിന്റെ അണ്ണപ്പല്ലടി തീർപ്പിക്കും ഞാൻ. വീട്ടിടാ, അവൻ പോട്ടെ. ഷേ, അവൻ പോയി. അവനങ്ങ് പാടി വരായിരുന്നു. ഫെലിക്സ്, നീ അവരുടെ കൊച്ചിനെ നോക്കി. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ആഹാനെ, കോഴി തേച്ച് ഉണർന്നടാ. തേങ്ങ, അവൻ എന്തെങ്കിലും ചെയ്യട്ടെ. അവന്മാർ വന്നിട്ടുണ്ടോ? നമുക്ക് പോവാം. കുട്ടി ഒന്ന് നിന്നേ. കുട്ടിയുടെ പേരെന്താ? എസ്തർ മിയ ജോസഫ്. എന്തിനാ ചോദിച്ചേ? ഇത്ര സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടിട്ട് അവളുടെ പേര് പോലും അറിഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ? ദേ നോക്ക്, എനിക്കിതിനൊന്നും സമയമില്ല. ഞാൻ കോളേജിൽ വരുന്ന പഠിക്കാനാണ്, അല്ലാതെ നിങ്ങളെപ്പോലെ ഇങ്ങനെ പ്രേമിച്ച് നടക്കാനല്ല. അങ്ങനെ പറയല്ലേ, എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റും, പക്ഷേ 5-6 ഗേൾ ഫ്രണ്ട്സിനെ കൂടെ നടക്കണം നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. ആരും ഇല്ലല്ലോ അല്ലേ? ഭാഗ്യം, ആരും കണ്ടിട്ടില്ല. ആരെയും കണ്ടിരുന്ന നാണക്കേടായന്. ഇവള് കാണുന്ന പോലൊന്നുമല്ല. യജി, നീ എവിടെയാ? എടി, നിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്ക്. ആ, ഞാൻ നിന്നെ കണ്ടു. എന്നാ വേഗം അങ്ങ് പോര്. നീ എന്തോ ഒന്നും പറയാതെ ഇങ്ങ് പോന്നേ? നീ ഇങ്ങോട്ടാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, വേഗം അങ്ങ് പോന്നു. അന്നാ അതൊന്നും എന്നോട് നേരത്തെ പറഞ്ഞൂടെ? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അങ്കിളിനും ആൻറ്റിക്കൊക്കെ സുഖല്ലേ? ഹേയ് എവ്രിവൺ, ലിസൺ ഹിയർ. കോളേജ് ബാഡ് ബോയും പ്ലേ ബോയും തമ്മിൽ ഉഗ്രൻ ഫൈറ്റ് നടക്കുന്നുണ്ട്. കാണേണ്ടവരൊക്കെ വേഗം പോന്നോ. വാട്ട്? അഹാന് റോക്കിയും തമ്മിലോ? മിയ, വേഗം വാ. അവരൊക്കെ ആരാ? എടീ, കോളേജിൽ ചേർന്നാൽ മാത്രം പോരാ, ഇവിടുത്തെ പ്രത്യേകതകളും കൂടി അറിഞ്ഞിരിക്കണം. സമയം പോണു, വേഗം വാ. And my name keeps going worldwide now. So my job is to satisfy ya. Call me Mr. Machiavelli. I make them disappear just like Harry Houdini. Benny me lyrically so insane now. So I'm majestic, diamond the agenda. Sanu na kisi di with cheese is the problem. Gain a lot, they see me as a problem. നോക്ക്, അതാണ് അഹാൻ, കോളേജ് ബാഡ് ബോയ്. പിന്നെ ഒടുക്കത്തെ പഠിപ്പി. നോക്ക് നോക്ക്, ആ ഫൈറ്റ് ഒന്ന് നോക്കിക്കേ. ഓ, പിന്നെ അവൻ റോക്കി. കോളേജിൽ തന്നെ ഒരു 5-6 ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവും. പരമ ചെറ്റ. പിന്നെ എനിക്കൊരു കാര്യം അറിയോ? അഹാനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റ്. ഐ ലൈക്ക് ഹിം സോ വെരി മച്ച്. One eternity later. വാ യജി, നമുക്ക് ക്ലാസ്സിൽ പോവാം. വെയിറ്റ്, ഫൈറ്റ് കഴിഞ്ഞില്ല. എന്നാ മോൾ ഇവിടെ നിന്നോ, ഈ ഫൈറ്റൊക്കെ കണ്ടിട്ട് താനും വന്നാൽ മതി, ഞാൻ പോവാം. ഫസ്റ്റ് ഇതേ തന്നെ ഇങ്ങനെ, പിന്നെ യജി വന്നത് എനിക്കൊരു കൂട്ടായി. ഇനി നാളെ എന്തൊക്കെയാവോ എന്തോ. സോറി ഡയറി, ഞാനിങ്ങനെ എല്ലാ ദിവസവും ഡയറി എഴുതുന്ന ശീലമുള്ള ആളല്ല. എന്തെങ്കിലും നല്ല ദിവസങ്ങൾ വരുമ്പോൾ അത് മാത്രം നോട്ട് ചെയ്യുക മാത്രം. പക്ഷേ ഇന്നത്രയും നല്ല ദിവസമായിട്ടൊന്നുമല്ല ഞാൻ എഴുതുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു ബാഡ് തിങ്സ് ഗുഡ് തിങ്സിന് വേണ്ടിയാണെന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ഇവിടെ? താങ്ക് യു.
അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുട്ടിയുടെ പേരെന്താ? എസ്തർ മിയ ജോസഫ്. ചേട്ടൻ്റെ പേരെന്താ? ആഹാൻ അർണവ്. ഇവിടെ ഇത് എങ്ങോട്ട് വിടണേ? ഇവിടെ ആരും ഒന്നുമില്ലല്ലോ. ഇനി എൻ്റെ മുഖത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവൻ എന്തിനാ എന്നെ വിളിച്ചേ? ഇനി അഹാൻ എന്നെ പുള്ളി ചെയ്യൂ? മിയ, നീ എന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങ് വാ. ഹേയ്, ഒന്ന് നിന്നേ. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണേ. താനെന്താടോ ഇപ്പോൾ ഓടിപ്പോയേ? അത് പിന്നെ ഹായ് മിയ, നിനക്കെങ്ങനെ അവളുടെ പേരറിയാം? ഇവനോടത്തെ ഏത് പെണ്ണുങ്ങളുടെ പേരാ അറിയാത്തത്? എനിക്കിവിടെ കുറച്ച് വിലയുണ്ട്, അത് കളയരുത് പ്ലീസ്. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ വെറും വായി നോക്കി, അത്രയേ ഉള്ളൂ. എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ല. ഒന്നാ തിരുവായി അടച്ചു വെക്കൂ, ഇല്ലെങ്കിൽ മിയ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരുന്നാലോ? യെസ്, നിങ്ങളുടെ തലതെറിച്ച ഗ്യാങ്ങിലേക്ക് സിസ്റ്റർക്ക് ഹാർദവുമായി സ്വാഗതം. ഗ്യാങ് മെമ്പർ ആവാനൊന്നുമില്ല, ജസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ, അത് മതി. പിന്നെ മിയ, ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്, അപ്പോൾ പിന്നെ കാണാം. ബൈ. ബൈ സിസ്റ്റർ. ബൈ. സിസ്റ്ററാ? ഈ കാര്യം യജിയുടെ അടുത്ത് പറയാം, അവൾ ഹാപ്പി ആവും. യജി, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ? അഹാൻ എൻ്റെ അടുത്ത് വന്ന് ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞു. അഹാൻ മാത്രമല്ല, ഫെലിക്സും ഉണ്ടായിരുന്നു. ഓ നീ ഹാപ്പി അല്ലേ? യെസ് യെസ്, ഐ എം വെരി ഹാപ്പി. സോ നീ എപ്പോഴാണ് എന്നെ അഹാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇപ്പം ചെയ്യണോ? വേണ്ട, കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിയർ ഗ്രൂപ്പിൽ ഓഡീഷന് പോകണം. അഹാനും ഗ്യാങ്ങെല്ലാം ബാസ്കറ്റ് ബോളിലുണ്ടല്ലോ. ഓക്കെ ശരി, നെക്സ്റ്റ് ക്ലാസ് തുടങ്ങാറായി, ഞാൻ പോവാം. അനു മോളെ, വാ ഫുഡ് കഴിക്കാം. ആ അമ്മ ഇതേ വരണു. ഇത്ര പെട്ടെന്ന് ഉച്ചയായോ? മോളെ, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അമ്മേ, എന്താ അങ്ങനെ ചോദിച്ചേ? ഇത്രയും നേരമായും പുറത്ത് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. സോറി അമ്മ, ഞാൻ ഉറങ്ങിപ്പോയി. അമ്മയുടെ അടുത്ത് ഡയറിയെക്കുറിച്ച് ചോദിക്കണോ? ജിന്നി ആൻറ്റി അങ്കിളൊക്കെ എവിടെയാ? അവർ ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ? അവരെല്ലാവരും ഔട്ടിങ്ങിന് പോയി, നൈറ്റ് ആകുമ്പോഴേ വരുള്ളൂ എന്ന് പറഞ്ഞ്. അയ്യോ, അമ്മ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? ഏയ് അങ്ങനെയൊന്നുമില്ല. പിന്നെ അഹാൻ വിളിച്ചിരുന്നു, 6 മണിക്ക് റെഡി ആവുകി നിൽക്കാൻ പറഞ്ഞു. കമ്പനിയിൽ ഒരു പാർട്ടിയുണ്ട്. ഓക്കെ അമ്മേ. അമ്മ വരുന്നില്ലേ? ഞാനവിടെ നേരത്തെ എത്തും. പിന്നെ ന്യൂലി മാരിഡ് കപ്പിൾസിന് വേണ്ടിയ പാർട്ടി പ്രധാനമായും, അതുകൊണ്ട് മോള് പോയി റെസ്റ്റ് എടുത്തോ. ഓക്കെ അമ്മ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഡയറി. അഹാൻ, നിനക്ക് വേണ്ടിയാ ഞാൻ ഷെയർ ഗ്രൂപ്പിൽ കയറിയത്. അഹാൻ, ഐ ലവ് യു. നോ, ഐ ഡോണ്ട് ലവ് യു, ബട്ട് എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. ഇറ്റ്സ് മിയ. മിയ, ഐ ലവ് യു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അന്ന് ഫസ്റ്റ് ഡേ നീ കോളേജിലേക്ക് വന്ന അന്ന് തൊട്ട് നിൻ്റെ മനസ്സിൽ കയറിയതാണ്. നിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടു. സോ വിൽ യു ബി മൈ ഗേൾ ഫ്രണ്ട്? ആഹാ, എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. നിനക്കറിയാം എനിക്ക് അഹാൻ എത്ര ഇഷ്ടമാണെന്ന്. എന്നിട്ട് നീ അവനെ കറക്കിയെടുത്തിട്ട് വഞ്ചിക്ക്. ഏച്ചി, നീ തെറ്റിദ്ധരിച്ചിരിക്കുക. അങ്ങനെയല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയുന്നതല്ലേ. മിയ, ഈ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ അവസാനിച്ചു. ഐ ഹേറ്റ് യു സോ മച്ച്.
മിയ വാ, നമുക്കൊരു കോഫി കുടിക്കാൻ പോവാം. ദേ വരുന്നു. എൻ്റെ പൊന്നോ, നീ ഏത് നരകത്തിൽ പോയി കിടക്കായിരുന്നു? ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നു. വാ, വിശന്നിട്ട് വയ്യ, എനിക്ക് എന്തെങ്കിലും തിന്നാൻ വാങ്ങിത്തരൂ. നിന്റെ വയറ്റിൽ വല്ല കോഴിക്കുട്ടി ഉണ്ടോ? ഒരു കോഴിയോട് ഇങ്ങനെയല്ല ചോദിക്കേണ്ട ഫിലിക്സേ. ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനൊന്നും പറ്റില്ലല്ലോ. അതിന് നമ്മളിപ്പോഴും ഫ്രണ്ട്സ് അല്ലേ? എടാ പഴം വിഴുങ്ങി പതുക്കെ തിന്നടാ. വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല. ആ സമയത്ത് എൻ്റെ ഫുഡ് എങ്ങനെ നിങ്ങളെടുത്ത് കഴിച്ചാലോ? തേച്ചു കൈവിട്ടുപോയി. അരുൺ ചേട്ടനെ കണ്ടിട്ട് കുറേ നാളായല്ലോ, എന്ത് പറ്റി? എനിക്ക് ഫുഡ് പോയ്സൺ വന്നതാ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വയറിളക്കം. ഫിലിക്സേ, നിന്നെ ഞാൻ കൊല്ലൂടാ. അവിടെ നിൽക്കടാ നീ. ഇനി എന്ത് മറുപടി കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ശരിയാ, എനിക്ക് അഹാനെ ഇഷ്ടമാണ്. പക്ഷേ ഈ എച്ചിനെ എനിക്ക് വിട്ട് കളയാൻ പറ്റില്ല. അവളെൻ്റെ ചെറുപ്പം തൊട്ടുള്ള കൂട്ടാണ്. അവളാകെ മാറിപ്പോയി. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. ഈ എച്ചി, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലേ? നീ ഇങ്ങനെ ആയിരുന്നില്ല. 나 앞으로 이 소리 들으면 무조건 웃어. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? എന്ത്? അവര് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്? കുറച്ച് ദിവസമായി. താൻ ആലോചിച്ചോ? എന്ത്? ഒന്നുമില്ല. പ്രപ്പോസ് ചെയ്തതിനെ കുറിച്ചായിരിക്കും. ഇനി വെയിറ്റ് ചെയ്യിപ്പിക്കണോ? ആഹാ, നെക്സ്റ്റ് വീക്കിൻ്റെ ഒരു പാർട്ടിയില്ലേ, അപ്പം പറയാം. നിന്റെ ആൻസർ എന്തായാലും നമ്മൾ ഫ്രണ്ട്സായി തന്നെ ഇരിക്കില്ലേ? തീർച്ചയായും. കഴിഞ്ഞോ? ഇത്രയേ ഉള്ളൂ? ആകെ 4 പേജ് എസ്സേ പോലെ എഴുതിയിരിക്കുന്നത്. എന്നാലും നീ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടാവുക. സോ മെനി ക്വസ്റ്റ്യൻസ്. ടൈം എത്രയായി? അമ്മേനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ മോൾ എന്തെടുക്കുക? അമ്മക്ക് എന്നെ ഇപ്പം വേണ്ടല്ലോ. അല്ല, നീ എന്താ അങ്ങനെ പറഞ്ഞേ? എന്നെ ഒന്ന് വിളിക്കുകയോ എന്നെപ്പറ്റി അന്വേഷിക്കുകയോ ചെയ്തു. അമ്മേ, ഞാൻ വയ്ക്കുക. വൈകിട്ട് ഒരു പാർട്ടിക്ക് പോകാനുണ്ട്. ആ ശരി ശരി, മോൾ പോയി ഒന്ന് ഒരുങ്ങിക്കോ. അമ്മ 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 നേരത്തെ പാർട്ടിക്ക് പോയി. Wow, she is so beautiful. No, Ahan, it's not your intention. നീ റെഡി ആയില്ലേ? എന്നാൽ നമുക്ക് ഇറങ്ങാം. रब्बा मेरे मैं तगड़ खा के मर जावा ओ मेरी हीरे वे तू जुग जुग जीवे रे निगाह झड़ नाल तू ले ले इश्क